പ്രിയമുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയും വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗവും കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരലോകത്ത് വരുമ്പോൾ നീയും ഖുർആനും തമ്മിലുള്ള ബന്ധം ഹുജ്ജത്തൻ ലക ഔ അലൈക, ഒന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും, അല്ലെങ്കിൽ നിനക്ക് എതിരെ സാക്ഷി നിൽക്കും എന്നാണ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു ഓപ്ഷൻ വിശുദ്ധ ഖുർആനുമായി ഉണ്ടാവില്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആനുമായി ആത്മബന്ധം പുലർത്തുകയും അതിൻ്റെ പാരായണത്തിലും പഠനത്തിലും അതിനോട് നീതി പാലിക്കുകയും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്ത് വരുമ്പോൾ ഖുർആൻ അനുകൂലമായി അവർക്ക് സാക്ഷി പറയും, ശുപാർശ പറയുമെന്നാണ്. നോമ്പും ഖുർആനും വിശ്വാസികൾക്ക് ശുപാർശകരായി പരലോകത്ത് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വചനങ്ങൾ നബിയുടെ ഹദീസിൽ കാണാം. എന്നാൽ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർക്ക് എതിരെ നിൽക്കുമെന്ന ചോദ്യത്തിന് ഖുർആൻ പറഞ്ഞത് ഒരു കൂട്ടര് മാത്രമേ ഉള്ളൂ. അത് ഖുർആനുമായുള്ള ആത്മബന്ധം പുലർത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊള്ളുമെന്നാണ്. അപ്പൊ നമ്മൾ ആളുകൾ പരലോകത്ത് വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇളവുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയിൽ ഉൾപ്പെടാമല്ലോ, അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമല്ലോ എന്നൊക്കെയാണ്. പക്ഷെ അതുപോലും നമുക്ക് നഷ്ടപ്പെടുക എങ്ങനെയായിരിക്കും? ഖുർആനുമായുള്ള ആത്മബന്ധം പുലർത്തിയില്ല എങ്കിൽ ഇവ നമുക്ക് നഷ്ടപ്പെടുകയും നിഷേധിക്കപ്പെടുകയും പരലോകത്ത് ഇവ നമുക്ക് എതിരായി നിൽക്കുകയും ചെയ്യുമെന്ന ഏറ്റവും ഗൗരവപ്പെട്ട സംഗതി. അതുകൊണ്ട് ഖുർആൻ റമദാനിന്റെ മാസമായതുകൊണ്ട് നിരന്തരം ഖുർആനുമായി ആത്മബന്ധം പുലർത്തുകയും ഓതുകയും പഠിക്കുകയും പാരായണം ചെയ്യുക എന്നത് മാത്രമാണ് പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയണമെങ്കിൽ, നമ്മുടെ ആളായി നമ്മുടെ ഇരുവശങ്ങളിൽ ഖുർആൻ വരണമെങ്കിൽ ആ ഖുർആനുമായി ബന്ധം പുലർത്തുന്നവർക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എതിരെ നിൽക്കും എന്നാണ്. ഒന്നെങ്കിൽ നമ്മുടെ ഒപ്പം നിന്നിട്ട് ബാക്കി സമയം നമുക്ക് റെക്കമെൻഡ് ചെയ്യാതെ നിൽക്കുവാണെങ്കിൽ തിരക്കേടില്ല. ഇത് നമുക്ക് എതിരെ നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എതിരെ സംസാരിക്കും ഖുർആൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം കുറച്ചുകൂടി കടുത്തതാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ബന്ധം പുലർത്താൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.